നമസ്കാരം. ഇന്ന് നമ്മുടെ 208ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് ബോയ്സ് ഇല്ലേ, ലൈറ്റ് ബോയ്സ്, അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. കാരണം ഞാനിന്ന് നമ്മുടെ ഞാനൊരു സിനിമയുടെ മൂമെൻറ്റിലാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് പല ദിവസം ഞാൻ എപ്പിസോഡ് ഇടാൻ മടിക്കുന്നതും. കാരണം എൻ്റെ നീക്കങ്ങളൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാനൊരു യൂണിറ്റ് ഓഫീസിൽ ചെന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ അവിടുന്ന് അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം അവിടെ നമുക്ക് വർഷങ്ങളായിട്ട് 10-25 കൊല്ലമായിട്ടുള്ള പരിചയമുള്ള യൂണിറ്റ് ബോയ്സും യൂണിറ്റുമൊക്കെ എനിക്ക് ബന്ധമുണ്ട്. അവരെ കണ്ടപ്പോൾ കിട്ടിയ കുറേ വിവരങ്ങളാണ്. അവരുടെ കഷ്ടപ്പാടുകൾ ഇന്നും മാറിയിട്ടില്ല. കാരണം എനിക്കറിയാവുന്ന പല യൂണിറ്റ് ബോയ്സിൻ്റെയും ഒക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇന്നും വാടക വീട്ടിലാണ്. അത് സീരിയലുകൾ ബേസ് ചെയ്ത് പോകുന്നത് മൊത്തം എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. സിനിമകൾ എല്ലാം ബേസ് ചെയ്യുന്നത് ഇവിടെ എറണാകുളത്താണ്. അപ്പം അവിടുത്തെ സീരിയലുകളും സിനിമയും തമ്മിൽ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം ആദ്യമായിട്ട് അത് തന്നെ പറയാം. കാരണം സിനിമകൾക്കെല്ലാം രാത്രി തങ്ങാൻ ഇപ്പോൾ ഒരു 9:30 അവർ പാക്ക് ചെയ്ത് പോയാലും അവർക്കൊരു 10:30 അവിടെ ചെല്ലാം. അപ്പോൾ അവർക്ക് റൂമുകളുണ്ട്. അവരുടെ റൂമിൻ്റെ ഭാഗത്തൊക്കെ ഫുഡും കാണും. അത് അവർക്കൊന്ന് അലക്കാനോ കുളിക്കാനോ ഒക്കെ സ്വസ്ഥമുണ്ട്. പക്ഷേ സിനിമകൾക്കെല്ലാം 12 പേരുണ്ട് ഒരു യൂണിറ്റിൽ. കാരണം അവർ കോടികൾ മുടക്കി ചെയ്യുന്നതാണ്. പക്ഷേ സീരിയലുകൾക്ക് അങ്ങനെയല്ല. 4 പേര് 5 പേരേ കാണുകയുള്ളൂ. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ മതി. ഇല്ലെങ്കിൽ അതിനൊക്കെ ബാറ്റ കുറച്ച് ചെയ്യാൻ അവിടെ ആളുകളുണ്ട്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് സ്വന്തമായിട്ട് ലൈറ്റുകളൊക്കെ എടുത്ത് വെച്ച് അവർ ബംഗാളികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബംഗാളികൾ അവിടെ നുഴഞ്ഞ് കയറി അവരത് ഓൺ ചെയ്യും, ഓഫ് ചെയ്യുക, ജനറേറ്ററൊക്കെ വെച്ച് അവരൊക്കെ ചെയ്ത് അവരങ്ങനെ അങ്ങ് കൂലിപ്പണി പോലെ പോകും. മൊത്തത്തിൽ ഏകദേശം ഒരു കൂലിപ്പണിക്കാരന് കിട്ടുന്ന ഒരു വരുമാനം പോലും പല അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനും പല യൂണിറ്റ് ബോയ്സിനും കിട്ടുന്നില്ല. അവരുടെ ഒരു ദിവസത്തെ ബാറ്റ എല്ലാം കൂടെ കൂടി 1750 രൂപയാണ്. പക്ഷേ അവരുടെ കഷ്ടപ്പാടിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ രാവിലെ 4 മണിക്ക് എണീറ്റ് ട്രിവാൻഡ്രത്താണെങ്കിൽ ദൂരെ താമസിക്കുന്നവർ ബസ് കയറിയോ അല്ലെങ്കിൽ ബസ്സൊന്നും കാണില്ല, അവർ സ്കൂട്ടറെ വന്ന് അതിന് പെട്രോൾ അടിക്കാൻ പോലും പൈസ കൊടുക്കില്ല. അവർ വന്ന് യൂണിറ്റ് രാവിലെ 7:30 ആവും ഷൂട്ട് തുടങ്ങുമോ. പക്ഷേ അവർ 6 മണിക്ക് അവിടെ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് പൂജയ്ക്കുള്ള സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ക്യാമറയും കൊണ്ട് വരുന്നവർ അത് വരണം. ക്യാമറകളൊക്കെ പിന്നെ വരുള്ളൂ. എന്നിട്ട് തേങ്ങയും ഒക്കെ ഉടച്ചങ്ങനെ തുടങ്ങണം. അപ്പോൾ അത് യൂണിറ്റ് ബോയ്സിനുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അവർക്ക് ഇടയ്ക്ക് പൈസയൊന്നും കിട്ടില്ല ഏകദേശം. അത് യൂണിറ്റ് ചീഫ് അവരുടെ കമ്പനികളോ വിചാരിച്ച് എന്തെങ്കിലും കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്നതാണ്. അവർക്ക് ഒരു 15 ദിവസം 100 രൂപയ്ക്ക് കടം മേടിക്കേണ്ട അവസ്ഥ വരുന്ന യൂണിറ്റ് ബോയ്സിനെ എനിക്കറിയാം. അങ്ങനെയൊരു അവസ്ഥയുണ്ട്. നമ്മൾ വിചാരിക്കും പണ്ടൊക്കെ ആണെങ്കിൽ ഈ ലൈറ്റിൻ്റെയൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത് പാക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. അതായത് 1 kV 2 kV അങ്ങനെയൊക്കെ ബേബി എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള ലൈറ്റുകളായിരുന്നു പണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ചുട്ടിക്കുട്ടി അതിൻ്റെ വയറും എടുത്ത് അതവർ ചുമന്നുകൊണ്ട് നടക്കാൻ ഇച്ചിരി കനമുണ്ടെന്നേ ഉള്ളൂ. അവർക്കത് ഒരു അരമണിക്കൂറിനത് പാക്ക് ചെയ്ത് അവരുടെ വണ്ടിയിൽ അവർക്ക് തിരിച്ചു പോകാം. ഈ വണ്ടി പോകുന്ന യൂണിറ്റ് ഓഫീസിലേക്കാണ്. പക്ഷേ അപ്പോൾ അതിനകത്ത് 4 പേരോ 5 പേരോ പോകുന്നത് 4 വശത്തേക്കായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ചെന്നെത്തേണ്ടത് ഒരു ട്രിവാൻഡ്രത്താണെങ്കിൽ ഇപ്പോൾ തമ്പാനൂരുടെ അടുത്ത് നടക്കുന്ന ഒരു വർക്കാണ്. അവർ നെയ്യാറ്റിൻകര വരെ പോകുന്നത് എങ്ങനെയാണെന്ന് അവർക്കേ അറിയുള്ളൂ. അതിനുള്ള ഒരു വണ്ടിക്കൂലിയില്ല. 1750 വലിയ തുകയൊന്നുമല്ല. അവർ രാവിലെ 4 മണിക്ക് എണീറ്റ് രാത്രി 1 മണിക്കൊക്കെയാണ് വീട്ടിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് കുളി ജപമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വർക്കിന് അവിടെ അതൊരു കൂലിപ്പണി പോലെ തന്നെയാണ് ഈ സീരിയലുകൾ. പക്ഷേ കുറ്റം പറയല്ല, അതിനകത്ത് ആർട്ടിസ്റ്റുകളും ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നവരൊക്കെ ഓരോ കോടികളും ലക്ഷങ്ങളോ 10,000 വാങ്ങുമ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ ഭയങ്കരമാണ്. അതിനകത്ത് ഈ നമ്മുടെ എച്ച് പ്ലേറ്റ് കഴുകുന്നവനൊക്കെ 600 രൂപയൊക്കെ ഉള്ളൂ ഒരു ദിവസം. കാരണം എന്ന് പറഞ്ഞാൽ തുപ്പിയൊക്കെ വെക്കുന്ന ആ പാത്രങ്ങൾ, കാരണം അതൊക്കെ കണ്ട് ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഒത്തിരി. ഇപ്പോഴത്തെ ലൈറ്റിൻ്റെ ഇതൊക്കെ നല്ല ഫെസിലിറ്റിയാണ്. എടുത്തോട്ട് ഫിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാലും ഇതിപ്പോൾ അപ്പീച്ചിയൻ നാൻ ലൈറ്റ് അങ്ങനെയൊക്കെയാണ് ആ ലൈറ്റൊക്കെ. പക്ഷേ അതൊക്കെ അവിടുന്ന് ബൂസ്റ്ററൊക്കെ ഉപയോഗിച്ച് അതൊക്കെ ചുമന്നുകൊണ്ട് പോകാൻ പാടാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് ഭയങ്കര ആപത്താണ്. ഇതൊക്കെ ചുമക്കാൻ പാടാണ്. ഇതിനകത്ത് സോഫ്റ്റ് ബോക്സ് എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വന്ന് ഡാമേജ് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇതൊക്കെ
ഭയങ്കര പാടാണ് ഇന്ന്. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലൈറ്റിന് നല്ലതാണ്, അത് സൂം ഒക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരു വർക്കിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഇതാണ്. പക്ഷേ യൂണിറ്റ് ബോയ്സിനുണ്ടെന്ന്. അതുകൊണ്ട് ഇവർക്ക് രാവിലെ 6 മണി തൊട്ട് 2 മണി വരെ, 2 മണി തൊട്ട് 9 മണി 10 മണി വരെയാണ്. പക്ഷേ 9 മണിക്ക് വിടും. രാത്രി ആയിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും 12 മണിയിലൊക്കെ പോയി ബാറ്റ് ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ അതാണ്. പക്ഷേ അതെന്തൊരു പ്രതിഫലമാണ്. അവർക്ക് എല്ലാ ദിവസവും വർക്കില്ല. അതാണ് അതിനകത്തെ ഒരു സംഭവങ്ങൾ. അതായത് ഈ പാവപ്പെട്ട ഇവരുടെ സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും അവർക്കും അവരൊക്കെ പ്രൊഡ്യൂസറുടെയും ആർട്ടിസ്റ്റിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിലാണ്. പക്ഷേ ഇവരൊരു ലേബർ ഓഫീസിൽ പോയി സമീപിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി അവർ തന്നെ ഞെട്ടിപ്പോവും, മൂക്കത്ത് കൈവെക്കും. ഇവർക്ക് ഇത്രയേ ഉള്ളൂ ശമ്പളമെന്ന്. നോക്കുമ്പോൾ 1750 രൂപ. ഇവർക്ക് എല്ലാ ദിവസവും ഒന്നും വർക്കില്ല. കാരണം എത്ര യൂണിറ്റ്, 19 യൂണിറ്റ് കാണും. അവർക്കെല്ലാം എല്ലാ ദിവസവും ഒന്നും വർക്കില്ല. അവർക്കപ്പോൾ 15 ദിവസം ശരാശരി വർക്ക് കിട്ടും. അപ്പോൾ എത്ര രൂപയുണ്ട്? അവർക്ക് കുടുംബവും കുഞ്ഞുങ്ങളും പഠിപ്പിക്കണം എല്ലാം. ഇവരൊക്കെ നഗരങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഇനി അതല്ല, ദൂര സ്ഥലത്ത് നിന്ന് യൂണിറ്റ് പോയിട്ട് ചെയ്യുന്നവർ അവർ റൂം എടുത്തൊക്കെ അവിടെ താമസിച്ചൊക്കെയാണ്. അവർക്ക് ബൈക്ക് മേടിച്ചേ ഒക്കെയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇവർക്ക് രാത്രിത്തെ ഫുഡും ചിലപ്പം അവിടെ കഴിച്ചേച്ച് പെട്ടെന്ന് ഓടിപ്പോകും. കാരണം വീട്ടിലെത്താൻ ചിലപ്പോൾ 11 മണിയാവും. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും എനിക്കറിയാം, കുഞ്ഞുങ്ങൾക്കൊന്നും ഇന്ന് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റിയില്ല. കാരണം ഇന്ന് പൈസ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ തന്നില്ല എന്ന് പറഞ്ഞ് വിട്ടവർ വീട്ടിൽ ചെന്നേച്ച് വൈഫാ കണക്കൂട്ടലിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കറി വെച്ച് ഒരു 1/2 കിലോ മീൻ മേടിച്ച് വെച്ച ചരിത്രമൊക്കെ ഇവർക്കുണ്ട്. പക്ഷേ ഈ കോടികൾ മേടിക്കുന്ന ഈ പ്രൊഡ്യൂസറും ഇതൊന്നും അറിയുന്നില്ല. പ്രൊഡ്യൂസർക്ക് യൂണിറ്റുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഈ പ്രൊഡ്യൂസർ അതൊക്കെ വെച്ചെങ്കിൽ പൈസ കൊടുക്കും. പ്രൊഡ്യൂസർ മറ്റേ ആർട്ടിസ്റ്റ് അതായത് കണക്ക് പറയുന്നവർക്കെല്ലാം വലിയ ആൾക്കാർക്ക് വലിയ ഇതൊന്നും കൊടുക്കും. ഇപ്പോൾ പിന്നെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു നിയന്ത്രണം. ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റിനെ ഇടാതെ പടം എടുത്താലും വിജയിക്കുമെന്നും, കഴിഞ്ഞ കൊല്ലം 300 പടം എടുത്തിട്ട് 10 15 വിജയിച്ചിട്ടുള്ളൂ. 10 പോലും വിജയിച്ചിട്ടില്ല. അപ്പം പ്രൊഡ്യൂസേഴ്സ് ഇതിനകത്തൊക്കെ ഇടപെടാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. 40 ലക്ഷം രൂപ മുടക്കിയ വർക്കിനും 25 ലക്ഷം മുടക്കിയ വർക്കിനുമൊക്കെ ലാഭം ഭയങ്കരമായിട്ട് കിട്ടും. ഏതായാലും നഷ്ടം വരില്ല എന്നൊക്കെ മനസ്സിലായി തുടങ്ങി. ആർട്ടിസ്റ്റുകളുടെയൊക്കെ ബലം പിടുത്തമൊക്കെ അങ്ങ് മാറി. അപ്പോൾ നല്ലപോലെ അഭിനയിക്കുന്ന പുതുമുഖമാണെങ്കിലും വർക്ക് ചെയ്യാം എന്നൊക്കെ മനസ്സിലായി. ഞാനും അങ്ങനെയാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പം പലരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായാലും അതൊന്നും നമ്മൾ വകവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പലരും രഹസ്യമായിട്ട് സിനിമ എടുക്കാൻ തുടങ്ങി. കാരണം ഈ അസോസിയേഷൻ്റെ ഇതിൻ്റെയൊക്കെ പ്രശ്നം കാരണമൊക്കെ. പക്ഷേ അസോസിയേഷനൊക്കെ നല്ല രീതിയിലൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷേ ഒരു പരിമിതിയുണ്ട് അസോസിയേഷനൊക്കെ. കാരണം പാവങ്ങളുടെ കൂടെ അല്ലല്ലോ എന്നും ആളുകൾ നിൽക്കുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, ഇവർക്ക് ഉച്ചയ്ക്ക് യൂണിറ്റ് ബോയ്സിന് 1 മണിക്കൂർ, അതായത് നമ്മൾ 1 മണിക്ക് ഫുഡിന് വേണ്ടി ഒരിടത്ത് നിർത്തിയാൽ ബ്രേക്ക് കൊടുത്താൽ അവരൊരു ഫുഡ് കഴിച്ചു ഒരു അരമണിക്കൂർ ഉറക്കമുണ്ട്. അതാണ് അവരുടെ ഉച്ച കഴിഞ്ഞുള്ള എനർജി. പക്ഷേ ആ സമയത്ത് കൃത്യം വിളിച്ചേച്ച് മുകേഷ് ഇങ്ങോട്ട് വാ, ലൈറ്റൊന്ന് സെറ്റ് ചെയ്യുക, അവിടെ എന്നാന്നൊക്കെ ചോദിക്കുക. എൻ്റെ ഉച്ചയ്ക്കത്തെ ഉറക്കം പോകും. ഇതൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളാണ് യൂണിറ്റ് ബോയ്സിൽ. അവരുടെ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കാൻ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അതാണ്. ചിലയിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ 2 ലൈറ്റ് വെക്കുന്നതിന് 2500 രൂപ ബാറ്റ് ഒരു ദിവസം മേടിക്കുന്നവരുണ്ട്. അതേ സമയത്താണ് ശരിക്കും 10ഉം 20ഉം കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളവർ 1750 രൂപയൊക്കെ ഡെയിലി മേടിക്കുന്നതെന്നുള്ളൊരു ധാരണയും ഓർത്തോണം. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.